ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവം നമ്മളോട് ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് ചിന്തിക്കുന്നത്, ഒരുപാട് വചനങ്ങൾ കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തോ ഈ ചില ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ. പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ചത്തെ മീറ്റിങ്ങൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾക്കായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയ ആവശ്യമുള്ള കാര്യങ്ങളാണ് സഹോദരൻ പറഞ്ഞ ചില കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ രീതിയിലാണ്. അതാണ് അതിൻ്റെ പിന്നിലെ ഘടകം എന്നുള്ളൊരു കാര്യം. അല്ലാതെ പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീഷണിയുമോ അല്ല എന്നുള്ളൊരു കാര്യം പ്രിയ സഹോദരൻ ഓർപ്പിച്ചു. കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് നമുക്കറിയാം. പ്രിയ സഹോദരൻ പ്രാഥമികമായിട്ട് ജോൺ ചാപ്റ്റർ 14 നിന്ന് സംസാരിച്ചപ്പോൾ ആ പ്രിയ സഹോദരൻ ആ കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. കർത്താവിനെ അനുസരിക്കുന്നത് എന്ന് പറയുന്നത് സ്നേഹമാണ് അതിൻ്റെ പിന്നിലെ ഘടകം എന്ന് പറഞ്ഞു. പിന്നെ പ്രിയ സഹോദരൻ ഓർപ്പിച്ച കാര്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് നമ്മളെ എത്തിക്കുന്ന ദൈവികമായ ഒരു ശക്തിയാണ്, ദൈവികമായൊരു വ്യക്തിയാണ്. തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ ഇരിക്കുകയും വസിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. വന്ന് പോകുന്നതല്ല, ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ മീറ്റിങ്ങിന് വന്നിട്ട് പോയി, പിന്നെ അടുത്ത മീറ്റിങ്ങിന് വരുന്നു, അങ്ങനത്തെ ഉള്ളൊരു പരിശുദ്ധാത്മാവിനെക്കുറിച്ചല്ല ദൈവവചനം പറയുന്നത്. ദൈവവചനം പറയുന്നത് നിരന്തരമായി നമ്മുടെ കൂടെ വസിക്കുകയും നിരന്തരമായി നമ്മളിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പ്രിയ സഹോദരൻ പറഞ്ഞത്. അത് തന്നെയുമല്ല, നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് സംസർഗം ചെയ്യുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയും അതേപോലെ തന്നെ നമ്മളോട് സംസർഗം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രിയ സഹോദരൻ പറഞ്ഞു. അത് തന്നെയുമല്ല, സത്യത്തെ ഉപദേശിക്കുകയും സത്യത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന. എന്താണ് സത്യം? ആ സത്യത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നു. അതേപോലെ തന്നെ ആ സത്യം സമയാസമയങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൃഷ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നതാണെന്നും ആ സൃഷ്ടിയുടെ പ്രവർത്തനത്തിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തന്നെ ഉൽപ്പത്തിയിൽ നിന്ന് 1-ാം അധ്യായത്തിൽ നിന്ന് ഉദ്ധരിച്ച് പ്രിയ സഹോദരൻ പറയുകയുണ്ടായി. പിന്നെയും പറഞ്ഞു, ഇരുളിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പരിവർത്തനം, ദൈവത്തിൻ്റെ വചനം അവിടെ വെളിച്ചമായി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ സൃഷ്ടിപ്പിലേക്ക് ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച കടന്നുപോയി. ഞാനത് കൂടെ ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ കർത്താവ് പിന്നെയും പിന്നെയും പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള ആ ചേർന്നുള്ള നടപ്പ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വ്യക്തിപരമായിട്ടും ദൈവസഭയായിട്ടും നമുക്ക് അത് വലിയ ആവശ്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടാകുമായിരുന്നു. ഞാൻ നേരത്തെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വന്നില്ല എന്നിരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും? കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകില്ലേ? എന്നാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം, കർത്താവായ യേശു ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും പാപത്തിൽ തന്നെ തുടരേണ്ടി വരും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. അതിൽ നിന്നും മാറിപ്പോകാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. സോ ദാറ്റ് ഈസ് സോ മച്ച് ഡിയർ ടു അസ്, നമ്മുടെ മനസ്സിൽ നിന്ന്. എന്നാൽ പിന്നെയും ഞാൻ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ, പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നുവെങ്കിൽ? നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആ പ്രോമിസ് പിന്നെയും ഓർപ്പിക്കുന്ന ഒരു ഭാഗം, ആക്ട്സ് ചാപ്റ്റർ 1
അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ, വേഴ്സ് 4 and 5. And being assembled together with them, he commanded them not to depart from Jerusalem, but to wait for the promise of the Father, which he said, "You have heard from me. For John truly baptized with water, but you shall be baptized with the Holy Spirit not many days from now." വായിച്ചാൽ അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അപ്പം വരുവാൻ ദൈവം തരാനായിരിക്കുന്ന, ഞാൻ നമ്മുടെ പ്രിയ സ്വരങ്ങളെ, വെൻ വി സി വാഗ്ദത്തം, എനിക്ക് വാഗ്ദത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അകപ്പാടിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നൊരു വലിയൊരു വാഗ്ദത്തമുണ്ട്. പിതാവ് വാഗ്ദത്തം ചെയ്ത്, എന്താണ് വാഗ്ദത്തം ചെയ്ത്? എന്താ വാഗ്ദത്തം ചെയ്തേ? പരിശുദ്ധാത്മാവ്. അതെപ്പോൾ വാഗ്ദത്തം ചെയ്ത? ആദ്യം മുതൽ അബ്രഹാമിൽ തൊട്ടുള്ള ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. There is going to be a promise going to come. He commanded them not to depart from Jerusalem, but to wait for the promise of the Father. പിതാവിങ്കിൽ നിന്നും ഒരു പ്രോമിസ് ഉണ്ട്, പരിശുദ്ധാത്മാവിനെ തരാം എന്നുള്ളൊരു പ്രോമിസ്. അപ്പം ആ പ്രോമിസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ യെരൂശലേമിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് തന്നെ വാക്ക് പറയുകയാണ്, that from not many days from now that you shall be baptized with the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമുക്ക് വെള്ളത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് അറിയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമാണ് നമുക്ക് വെള്ളത്തിലുള്ള സ്നാനം എന്നത്. എന്നാൽ ആ സ്നാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. ആ ഒരു സ്നാനം ലഭിക്കും എന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ അവർക്ക് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ എൻ്റെ ചോദ്യം, പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നുവെങ്കിൽ, ഈ നിലയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുമായിരുന്നു? ബുദ്ധിപരമായി മാത്രം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കണം, കർത്താവേ പരിശുദ്ധാത്മാവ് വന്നില്ലെന്ന് വിചാരിക്കുക. കർത്താവായ യേശുക്രിസ്തു വന്നില്ലായിരുന്നു എന്തായാലും സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതേപോലെ ഇനി പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ നിലയിൽ തന്നില്ല എന്ന് വിചാരിക്കുക. വിൽ ഇറ്റ് മേക്ക് എനി ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ? അതോ ഒരു വലിയൊരു ക്രൈസിസ് ആയിരിക്കുമോ? അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണോ നമ്മൾ പോകാൻ പോകുന്നത്? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങളില്ലെങ്കിൽ, നമുക്കിപ്പോൾ വായു ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പം അതുപോലെ തന്നെ ഒരു വലിയൊരു ബുദ്ധിമുട്ടിലോട്ട്, ഒരു ക്രൈസിസിലോട്ടാണോ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കർത്താവ് തന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആയിത്തീർന്നത്? സോ ദാറ്റ് ഇഫ് യു ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമാകുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾ എത്രമാത്രം പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത്, എത്രമാത്രം അതിൻ്റെ വില മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിനെ അത് ഡ്രൈവ് ചെയ്യുന്നുള്ളൊരു കാര്യം. ഇഫ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ ഓപ്ഷൻ, ഓക്കെ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്ന് സംസാരിക്കുന്നുണ്ട്, ഓക്കെ എന്നാൽ എനിക്കും പരിശുദ്ധാത്മാവ് വേണം എന്ന് പറഞ്ഞേച്ച് പോകുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം എന്ന് പറയുന്ന ഒരു നിലയിലാണോ? അതോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്യാവശ്യമാണ്, ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് റിയലി ഡിപ്പെൻഡിങ് ഓൺ എന്നുള്ള നിലയിൽ കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ എത്ര പേർക്ക് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? ഈ ദിവസങ്ങളിൽ ഈ വാക്യങ്ങൾക്കൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ സമയമെടുത്ത് പ്രിയ സഹോദരൻ സംസാരിച്ച ഓരോ കാര്യങ്ങളും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മൾ വെറും ശക്തിയായിട്ടല്ല, വ്യക്തിയായിട്ടും ശക്തിയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് മുമ്പോട്ട് പോകാൻ. ആൻഡ് ഐ എം ടെല്ലിങ് യു that we will live totally in a different dimension. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? നമ്മൾ വേറൊരു ഡയമെൻഷനിലായിരിക്കും പിന്നെ നമ്മൾ ജീവിക്കുന്നത്. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളിലെ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, വേഴ്സ് 13. ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 13. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണിക്കയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. Now enough. When they saw the boldness of Peter and John and perceived that they were uneducated and untrained men, and they marveled and they realized that they had been with Jesus. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഈ രണ്ട് സഹോദരങ്ങൾ, ഈ ഡിസൈപ്പിൾസിൻ്റെ അല്ലെങ്കിൽ അപ്പോസ്റ്റലന്മാരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ? ദേ ആർ അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് ദേ ആർ അൺട്രെയിൻഡ്.
ഒരു രീതിയിലും ട്രെയിനിങ് കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ ഉള്ള ട്രെയിനിങ് ഒക്കെ കണ്ടു. പക്ഷേ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഒടുവിലത്തെ ദിവസങ്ങൾ കർത്താവിൻ്റെ കൂടെ നടന്നപ്പം ഉള്ള സമയത്ത് കർത്താവിനെയും വിട്ടേച്ച് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പേടിച്ച് അരണ്ടിരിക്കുന്ന ഒരു സഹോദരന്മാരെ നമ്മൾ കണ്ടേ. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയപ്പോൾ അവർ പറഞ്ഞു, ദിസ് പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ്. ഞാൻ ചോദിക്കട്ടെ, ആർ യു ഡിഫറെൻറ്റ് വെൻ യു ബിക്കം എ ക്രിസ്ത്യൻ? നിങ്ങൾ ക്രിസ്തുവേശുവിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയോ? ഇല്ലെങ്കിൽ യു റിയലി നീഡ് ടു തിങ്ക്, ലോർഡ്, ഐ എം സ്റ്റിൽ ദ സെയിം, നത്തിങ് ഈസ് ചേഞ്ചിങ്, നത്തിങ് ഈസ് ചേഞ്ചിങ്. ലോർഡ്, ഐ റിയലി നീഡ് ദ മൂവിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അവർ ലൈഫ്. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അധികമായി എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങൾക്ക് പോലും വ്യത്യാസമായി. വി പീപ്പിൾ, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ വീട്ടിൻ്റെ പശ്ചാത്തലത്തിനനുസരിച്ച്, നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന പശ്ചാത്തലത്തിനനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ജീവിതവുമായിട്ട് അത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഇംപ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ മുമ്പോട്ട് വളർത്തിക്കൊണ്ട് പോകുന്നത്. പലപ്പോഴും പറയത്തില്ല, ചൊട്ടയിലെ ശീലം എന്നൊക്കെ പറയുന്ന പോലെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ പഠിപ്പിച്ച, ട്രെയിൻ ചെയ്യിച്ച ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പോകും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ട്രെയിൻ ചെയ്യും. When the Holy Spirit is training, we become more like Jesus. യേശുവിനെ പോലെ ചിന്തിക്കാനും യേശുവിനെ പോലെ ബിഹേവ് ചെയ്യാനും അത് നമ്മുടെ വീട്ടിലും സഭയിലും ഒക്കെ ആയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഈ കെട്ടിക്കിടക്കുന്ന തടാകങ്ങൾ കണ്ടു കാണുമല്ലോ. ആൻഡ് ദോസ് വാട്ടേഴ്സ് ആർ നോട്ട് ക്ലീൻ. എന്തുകൊണ്ടാണ്? ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം എപ്പോഴും അത് ചേഞ്ച് ചെയ്യുന്നില്ല. എന്നാൽ ഫ്ലോയിങ് വാട്ടേഴ്സ് അങ്ങനെയല്ല, അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലായത്തോളം സമയം വി ആർ ലൈക്ക് സോ മച്ച് ourselves, we are not growing, we are not moving. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യം, ദാറ്റ് വി നീഡ് ടു ബി റിയലി ബി പീപ്പിൾ ആസ് വാട്ട് ഗോഡ് വാണ്ട്സ് us to be. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ലെവലുണ്ട്. അതെന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇരിക്കുകയും നമ്മളുടെ കൂടെ വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളെ വ്യത്യാസമുള്ള ആൾക്കാരായി മാറ്റുന്ന ആ ഒരു നിലയിൽ കർത്താവ് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നൊരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കാര്യമാണ് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. കർത്താവിനെ ഓർപ്പിച്ചൊരു വാക്യം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 4:1. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. And then Jesus was led by the Spirit into the wilderness to be tempted by the devil. വായിച്ചാട്ടെ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മനസ്സിലാക്കണം, കർത്താവായ യേശു, നമുക്ക് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ചിന്ത എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ ഒഴിച്ചുകൊണ്ടു പോകുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ട് കാണും, ഓക്കെ നിങ്ങൾക്ക് ഇന്നത് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് മാറ്റുന്നത്, അവിടെ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിച്ചുകൊണ്ടു പോകുന്ന ഒരു പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ വാക്യം നിന്ന് ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു, പ്രശ്നങ്ങളിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നൊരു പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണും. എന്താണ് പരിശുദ്ധാത്മാവിനെ കാണുന്നത്? ജീസസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഇൻ ടു ദ വിൽഡർനെസ് ടു ബി ടെംപ്റ്റഡ് ബൈ ദി ഡെവിൾ. എല്ലാവരുടെയും ബൈബിൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ പരിശുദ്ധാത്മാവ് ആണ് നടത്തിയത്. എങ്ങോട്ട്? മരുഭൂമിയിലേക്ക്. അത് തെറ്റിച്ചാണോ എഴുതിയത്? ലെറ്റ് us read Mark chapter 1 verse 12. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോവാൻ നിർബന്ധിച്ചു. And immediately the spirit drove him into the wilderness. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രവൃത്തി, ലീഡിങ് എ പേഴ്സൺ ഇൻ ടു വിൽഡർനെസ്. നമുക്കെപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ചിന്ത എപ്പോഴും കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പച്ചയായ പുൽപ്പറങ്ങളിലും സ്വസ്ഥമായ വെള്ളത്തിനരികത്തിലും ഒക്കെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് താല്പര്യം. പക്ഷേ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങോട്ടാണ് നടത്തിയത്? ഇൻ ടു ദ വിൽഡർനെസ്. ഇൻ ടു ദ വിൽഡർനെസ്, മരുഭൂമിയിലേക്ക് പോകുവാനായിട്ട് നിർബന്ധിച്ചു. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കർത്താവ് പരീക്ഷിക്കപ്പെടുവാൻ, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ബീങ് ഡയറക്റ്റഡ്. ആൻഡ് യു നോ ടുവേർഡ്സ് എൻഡ്, ഒടുവരെ എവിടെ വരെ പോവും? അത് പോയി ക്രൂശിലെ മരണത്തോളം, ആ ഒരു മരണത്തോളം. സോ നൗ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ദ ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ലീഡിങ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കംഫോർട്ടിങ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇറ്റ്സ് വെരി നൈസ്. പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്ന ഇറ്റ്സ് ഓൾ വെരി ഗ്രേറ്റ്. പക്ഷേ അത് എന്തിലേക്കാണ് കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്? ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായും ദൈവത്തിൻ്റെ സഭ പണിയാനായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടും നമ്മളെ കർത്താവ് ഓരോ സ്റ്റെപ്പിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഹൗ മെനി ഓഫ് യു വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ ഹോളി സ്പിരിറ്റ് വിത്ത് യു? പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ പത്രോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. ലെറ്റ് us read that portion. John chapter 21. യോഹന്നാന്റെ 21-ാമത്തെ വാക്യം, 21-ാമത്തെ അധ്യായത്തിൽ verse 18, 12-ാമത്തെ വാക്യം. ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്തു നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. You understand what does this mean? When you are young, when you are on your own, നിങ്ങളുടെ ഇഷ്ടമുള്ളിടത്തേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ വെൻ യു ആർ ഓൾഡ് എന്ന് പറഞ്ഞാൽ തീരെ വയ്യാതെ അനങ്ങാൻ വയ്യാത്ത പത്രോസിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ കർത്താവ് പറയുന്നത്. Now today, going forward, you will be led by the Holy Spirit into the places, probably this is not the place where you really want to go. You'll gird you and carry you whether you don't wish to go. Right? You don't wish to go. അപ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ, ദൈവത്തിൻ്റെ നടത്തിപ്പ് അങ്ങനെയാണ്. അപ്പോസ്തല പ്രവർത്തികളിലെ 10-ാമത്തെ അധ്യായം, ചാപ്റ്റർ 10. പത്രോസ് ഒരു ദർശനം കാണുകയാണ്. അല്ലെങ്കിൽ ഈ ഇതിനെ ട്രാൻസ്. ഉച്ചയ്ക്ക് ഭക്ഷണം വെച്ചിട്ട് താമസിച്ചപ്പോൾ പത്രോസ് ആ നേരത്തെ ദർശനം കാണുന്നത് ചാപ്റ്റർ 10, 10-ാം അധ്യായത്തിൻ്റെ വേഴ്സ് 11. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. Now you know what is this talking about? ജാതികളെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ആനയിക്കുന്ന കാര്യത്തെക്കുറിച്ച് പത്രോസിനോട് കാണിച്ചു കൊടുത്ത ഒരു ദർശനമായിരുന്നു ഇത്. അതിൽ പറഞ്ഞ ഓരോ വ്യക്തി ജീവിതങ്ങളും ഞാൻ ചിലപ്പോൾ അത് വായിക്കുമ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കാറുണ്ട്. അതിലെന്തൊക്കെയാണ് എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? ആ തുപ്പട്ടി ഇറങ്ങി വന്നപ്പോൾ അതിനകത്ത് 4-footed animals of the earth, wild beast, creeping things, birds of the air. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ സഭയ്ക്കകത്ത് കയറ്റുമോ? എങ്ങനെയുള്ളവരൊക്കെയാ? ആ വാക്യം ഒന്നുകൂടെ വായിക്കുമോ? എങ്ങനെയുള്ളവരാണ്? നാൽക്കാലികൾ. വായിച്ചാൽ അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ വളരെ രസമാണ് അതിനകത്തേക്കുന്നത്. ഓപ്പൺ വൈഡ് ആൻഡ് സേസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഷീറ്റ് ആൻഡ് ഇൻ ഇറ്റ് വെയർ 4-footed animals of the earth, wild beast, creeping things. ഇതൊക്കെ നമ്മളുടെ രീതിയിലുള്ള പല രീതിയിലുള്ള സ്വഭാവത്തിൻ്റെ ഓരോ വിശേഷണങ്ങളാണെന്ന് കൂട്ടിക്കോ. ഇങ്ങനെയുള്ള ആ ഒരു മനസ്സിൻ്റെ ഉള്ളവരെയൊക്കെ പത്രോസിനോട് പറയണം, പത്രോസേ, നീ വിചാരിക്കുന്ന ആ ദൈവരാജ്യത്തിലോട്ട് അവരെയും കൂടെ ആനയിക്കണമെന്ന് പറയുമ്പം കർത്താവിനോട് പറഞ്ഞു, നടക്കത്തില്ല, ചെയ്യത്തില്ല കർത്താവേ എന്ന് പറഞ്ഞു. അവിടെയൊക്കെയാണ് പത്രോസിനെ കർത്താവ് ബ്രേക്ക് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയ ഒരു പരിശുദ്ധാത്മാവിനെ നമ്മൾ തിരിച്ചറിയുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുകയും, ഞാനത് പറഞ്ഞ ദെൻ ദാറ്റ് ടേൺസ് us ടു ബി ലിവിങ് ഇൻ എ ഡിഫറെൻറ്റ് റെൽം. വേറൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് പോലെ. കാരണം കർത്താവ് നമ്മളെ ആ ഒരു നിലയിൽ ഒരു വ്യത്യാസപ്പെട്ട ജീവിതത്തിൽ ജീവിക്കാനായിട്ടാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആൻഡ് വെൻ അഗെയിൻ ആ ഒരു ലോകത്തിലൂടെ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ
കർത്താവ് പറയുന്ന അതിനകത്തുള്ള ആംബിഗ്വിറ്റിയിലെല്ലാം അതിനോടുള്ള എല്ലാമായിട്ടുള്ള അസ്ഥിരതകളും നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥനായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം, ഞാൻ നിങ്ങളെ ബലപ്പെടുത്താം, നിങ്ങളെ ശക്തീകരിക്കാം. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റൈറ്റ്? ആ ഒരു സാഹചര്യത്തിൻ്റെ മധ്യത്തിലൂടെയാണ് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് അല്ല കർത്താവ് നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും പറയുന്നത്. ചിലരെക്കുറിച്ചെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം, വെൻ ഗോഡ് ഇസ് റിയലി ലീഡിങ് അസ് ഇൻ ടു ദാറ്റ് ഡയറക്ഷൻസ് വെർ വി സേ. കർത്താവിനെക്കുറിച്ച് അങ്ങനെ ആയിരുന്നു. കർത്താവിനെക്കുറിച്ച് ആ ഒരു നിലയിൽ നമ്മൾ കാണുമ്പോഴേക്കും മരുഭൂമിയിലേക്ക് നടത്തിക്കൊണ്ടുപോയ ഒരു കർത്താവിനെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത്. ആൻഡ് വെൻ യു റീഡ് ഇൻ റോമൻസ് ചാപ്റ്റർ 8, റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ, വെൻ വി റീഡ് ചാപ്റ്റർ 8, റോമർക്ക് ലേഖനം ചാപ്റ്റർ 8-ാമത്തെ അധ്യായം വേഴ്സ് 11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്നേക്കുമായിട്ട് മരിക്കും. പക്ഷേ വീണ്ടും ജനിച്ച ഒരു വ്യക്തി അങ്ങനെയല്ല. അവനിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അവനെ നിത്യജീവൻ്റെ അവകാശമാക്കിയിരിക്കുകയാണ്. അപ്പോൾ പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിയതുപോലെ, മരിച്ചവരിൽ നിന്ന് ഉയർത്തിയതുപോലെ നമ്മളുടെ മർത്യ ശരീരങ്ങളെയും കർത്താവ് ഉയർത്തും. അല്ലേ? ആ ഒരു പ്രോമിസാണ് നമ്മുടെ ജീവിതത്തിൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ എല്ലാവരും വീണ്ടും ജനിക്കണമെന്ന് പറയുന്നത്? കാരണം വീണ്ടും ജനിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് പകരും. അല്ലേ? ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് പകരുമ്പോൾ നമ്മളെ എപ്പോഴും നിത്യജീവൻ്റെ ഭാഗമാക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ പറയുന്നൊരു ഭാഗമാണ്, ഇഫ് സ്പിരിറ്റ് ഓഫ് ഹിം ഹു റൈസ് ജീസസ് ഫ്രം ദ ഡെഡ് ഡ്വെൽസ് ഇൻ യു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്, ഹി വിൽ ഡ്വെൽ ഇൻ യു. അത് നമ്മളിൽ വസിക്കുമെന്ന് പറഞ്ഞു. ഇഫ് ഹി ഡ്വെൽസ് ഇൻ യു, ഈ ഹു റൈസ് ക്രൈസ്റ്റ് ഫ്രം ദ ഡെഡ്, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളെയും നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ നിന്ന് ഉയർപ്പിക്കുവാനായിട്ട് ശക്തനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഈ ലോകത്ത് നിന്ന് നമ്മൾ മരിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വി വിൽ ബി വിത്ത് ദ ലോർഡ്, കർത്താവിൽ കൂടെ എപ്പോഴും ആയിരിക്കും എന്ന് പറയുന്നു. പ്രൈസ് ഗാഡ്. അപ്പം അത് കഴിഞ്ഞിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, 12-13, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇനിയും ജീവിക്കുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ടല്ല, പിന്നെ മരിച്ചെങ്ങനെയാണ്? ആത്മാവിനായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എന്താണ് അപ്പോസ്തലന്മാർ ഉദ്ദേശിക്കുന്നത്? ലെറ്റ് us read കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് അറിയാം therefore chapter 3 verse 5, 1:5, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം. Because of these things the wrath of God is coming upon the sons of disobedience, in which you yourself once walked when you lived in them, but now you yourself are to put off these things: anger, wrath, malice, blasphemy, filthy language out of your mouth. Don't lie to one another. വായിച്ചാട്ട് 6 തൊട്ട് വായിച്ചാട്ട്. അപ്പം പഴയ മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ വക കാര്യങ്ങളൊക്കെയാണ്. ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളാണ്. ഇതിനെ ഉരിഞ്ഞു കളഞ്ഞവരാണ് നിങ്ങൾ പുതിയ മനുഷ്യരാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ പുതിയ വ്യക്തിയാക്കിയവരാണ്. അതുകൊണ്ട് ഇനിയും പഴയ രീതിയിൽ നടക്കരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയും പഴയ രീതിയിൽ നടക്കരുത് എന്ന് പറയുന്നത്. പുട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് ദെൻ വേഴ്സ് 10-ാമത്തെ വാക്യം, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. Have put on the new man who is renewed in knowledge according to the image of him who created him. ഇപ്പോൾ നമ്മളെ ഉണ്ടാക്കിയ ക്രിസ്തു യേശുവിൻ്റെ പ്രതിമ പ്രകാരം അവനെ പോലെ
ആക്കി തീർക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്. എൻ്റെ പൊന്നു സൗരസ്വരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വർഷങ്ങളായപ്പോൾ ക്രിസ്ത്യാനിയായ, അല്ലെങ്കിൽ ക്രിസ്തുവനെന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സഭ മാറുന്ന വിഷയത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി അന്ന് മുട്ടേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിയാവുന്നുള്ളൂ. അതിന് മുമ്പ് വരെയൊക്കെ നമ്മുടെ പുസ്തകത്തിൻ്റെ രജിസ്റ്ററിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ റിലീജിയൻ എഴുതുന്ന പോലെ അല്ല. നമ്മളെ ക്രിസ്തു യേശുവിൽ വീണ്ടും ജനിച്ച ദിവസം എന്ന് തൊട്ടോ അന്ന് തൊട്ട് നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കണം. നമ്മുടെ പഴയ സ്വഭാവത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഓൾ ദീസ് തിങ്സ് വി ഹാവ്, ഓൾ ദീസ് തിങ്സ് വി ബിക്കം ആംഗ്രി, വി ഹേർഡ് അബൌട്ട്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴേ സഹോദരൻ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ വായിലെ വാക്കുകളെക്കുറിച്ചൊക്കെ പറയുന്നു. ആങ്കർ, റാത്ത്, മാലിസ്, ബ്ലാസ്ഫമി, ഫിൽത്തി ലാംഗ്വേജ്, ഇതൊക്കെ നമ്മളുടെ ഭാഗമായിരുന്നു. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്ന് എന്താ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ട്രാൻസ്ഫോർമേഷൻ? ക്രിസ്തുവിൻ്റെ പ്രതിമ പ്രകാരം ഒരു രൂപാന്തരം നമ്മളുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മൾ ജഡപ്രകാരം നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് താല്പര്യപ്പെടുത്തുമെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ഉറപ്പായും ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പം റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവിടെ കാണുന്നത്, പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. വേഴ്സ് 14, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നടത്തപ്പെടുവാനായിട്ടുള്ളൊരു വലിയൊരു ഭാഗ്യം, ബീങ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക. എഗെയിൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ബീങ് ലെഡ് ടു സം ഹയർ ഫിസിക്കൽ റെൽം. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഞാനതാണ് സാജിബർ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തല്ലോ, നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും. ആ ഒരു കാര്യത്തെക്കുറിച്ചല്ല. യു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്. നിങ്ങളെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാകുന്നു. സി, ആസ് വെൻ യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദീസ് ആർ സൺസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാനുള്ളൊരു വലിയ ഭാഗ്യം നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരിക. ഇഫ് വി ആർ ഇൻട്രസ്റ്റഡ്. സി, കർത്താവ് ആരുടെയും കഴുത്തിന് പിടിച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയല്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനുള്ള ആഗ്രഹം. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ബിക്കോസ് നൗ വേഴ്സ് 15-ാമത്തെ വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഒരു കാര്യം ഇപ്പം വ്യക്തമാണല്ലോ, ഭയപ്പെടുത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അല്ല പിന്നെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായോ? നമ്മളാരും ഈ പേടിച്ച് നടക്കുന്നവരൊന്നുമല്ല. എന്താണ് ഇങ്ങനെ എപ്പോഴും അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പേടിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ കാര്യം. പക്ഷേ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതുപോലെ ഭയക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പം പോലും ഭയക്കാതെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സോ യു ഡിഡ് നോട്ട് റിസീവ് ദ സ്പിരിറ്റ് ഓഫ് ബോണ്ടേജ് അഗെയിൻ ടു ഫിയർ, ബട്ട് യു റിസീവ് ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ ബൈ വിച്ച് വി ക്രൈ ഔട്ട് അബ്ബാ ഫാദർ. എങ്ങനെ ഒരു പിതാവ് നമുക്കിടെ അടുക്കലുണ്ടെങ്കിൽ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുന്നതോ, അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള വലിയൊരു കോൺഫിഡൻസ് നമ്മുടെ ഹൃദയങ്ങളിൽ തരിക. എല്ലാ സാഹചര്യങ്ങളിലും, ഏതൊരു സാഹചര്യങ്ങളും, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളും, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ കൂടെ നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ അത് നമ്മൾ മനസ്സിലാണ്. ആ സാഹചര്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ യു അണ്ടർസ്റ്റാൻഡ് ദ നെക്സ്റ്റ് വേഴ്സ് 16 and 17, 16-17 വായിക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് അവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. മനസ്സിലായോ? ഈ നടത്തപ്പെടുക എന്നൊക്കെ പറയുമ്പോഴേക്കും വി ആർ വെരി മച്ച് ഹാപ്പി. ഓക്കെ, എനിക്ക് എൻ്റെ വിസയ്ക്ക് വേണ്ടി പോകുമായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴേക്കും ഒരു വ്യക്തി എന്നെ വന്ന് കൈക്ക് പിടിച്ച് എല്ലാം കൊണ്ട് ചെന്ന് സൈൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്, വണ്ടർഫുൾ. ഗോഡ് ഡസ് ദാറ്റ് ഫോർ ഓൾ ഓഫ് us. നമുക്ക് വേണ്ടി എല്ലാം ദൈവം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ബട്ട് അവിടെയൊന്നും നമ്മൾ വലിയ പേടിയിലൊന്നുമല്ല. ഇറ്റ് മേ ചില ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കുന്നുള്ളത്. ദാറ്റ് ഇസ് ഫൈൻ. ഗോഡ് ഡസ് ഓൾ ദാറ്റ് തിങ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. പക്ഷേ എന്താ പീഡിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇഫ് ഇൻഡീഡ് വി സഫർ വിത്ത് ഹിം, വി ഓൾസോ മേ ബി ഗ്ലോറിഫൈഡ് ടുഗദർ ഹിം. റോമ സാമ്രാജ്യത്തോട് മുഖാമുഖമായി എതിർത്ത് നിൽക്കുന്ന സുവിശേഷത്തിൻ്റെ മുമ്പിൽ
ഭയപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിന് മുമ്പിൽ അതൊരു പക്ഷെങ്കിൽ തീയായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ചൂട് എണ്ണയായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ഈ പറഞ്ഞതുപോലെ സിംഹമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ എല്ലാം നടുവിലും ഭയപ്പെടേണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് സാധാരണമായ ഒരു കൺസൊലേഷൻ, പോട്ട് മോനെ സാരമില്ല, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നൊരു വാക്കുകൊണ്ട് കഴിയില്ല. അവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആവശ്യം. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. ദാറ്റ് ഇസ് ട്രൂലി വി നീഡ്. കുരുൾ താഴ്വരയിൽ കൂടി നടന്നു പോവുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ കുരുൾ താഴ്വരകളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒട്ടും വെട്ടമില്ലാത്ത അനേക സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. പ്രത്യേകിച്ചും ക്രിസ്തു നിമിത്തം കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴും അതിൻ്റെ നടുവിലും ഭയപ്പെടണ്ട എന്ന് പറയുവാൻ ഒരു ധൈര്യം തരുന്നൊരു പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അബ്ബാ പിതാവേ എന്ന് വിളിച്ച്. ഞാനതാണല്ലോ നമ്മൾ അപ്പോസ്തലർ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടു. അവരെ കണ്ടപ്പോൾ ദേ ആർ അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് അൺട്രെയിൻഡ് പീപ്പിൾ. അവർ പഠിപ്പില്ലാത്തവരാണ്, അവർ ആ നിലയിലുള്ള ട്രെയിനിങ് ലഭിച്ചവരല്ല. പക്ഷേ ദേ ആർ ഡിഫറെൻറ്റ് പീപ്പിൾ, ദേ ആർ സോ ബോൾഡ്. ഹൗ? ഓൺലി വൺ തിങ്, ദ ഹോളി സ്പിരിറ്റ് വാസ് ചേഞ്ച് ദെം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ വ്യത്യാസപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിൽ ലീഡ് us. നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മളെ നടത്താനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹി ബെയർസ് വിറ്റ്നസ് വിത്ത് അസ്, അല്ലേ? അതിന് നടുക്കട 16-ാമത്തെ വാക്യം, ദ സ്പിരിറ്റ് ഹിംസെൽഫ് ബെയർസ് വിറ്റ്നസ് വിത്ത് അവർ സ്പിരിറ്റ് ദാറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ മകനാണോ, ഞാൻ കർത്താവിൻ്റെ മകളാണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, സോറി പറയുകയുണ്ടായി, നമുക്ക് ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. വി ഹാവ് ദ സ്പിരിറ്റ്, വി ഹാവ് ദ സോൾ ആൻഡ് വി ഹാവ് ദ ബോഡി. ഈ മൂന്നുമുണ്ട്. എന്നാൽ ആത്മാവിൽ നിന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊരു അഷ്വറൻസ് തരികയാണ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. നിൻ്റെ കഷ്ടത്തിൻ്റെ നടുവിൽ യു ക്യാൻ ലുക്ക് ഔട്ട് ടു ദ ഫാദർ ആൻഡ് കോൾ ഹിം അബാ ഫാദർ. അബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിനക്ക് തന്നിരിക്കുന്നുള്ള തിരിച്ചറിവ് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് വിറ്റ്നസ്സോടെ ചെയ്യും. സോ വി ഹാവ് ദ ബോൾഡ്നസ്. എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ വാക്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടല്ല, ബട്ട് ഐ ഹാവ് എ കോൺഫിഡൻസ്, ഐ ബിലോങ് ടു മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ യേശുവിൻ്റെ ആണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ, സ്വർഗത്തിലെ പിതാവിൻ്റെ ആണെന്നുള്ള വലിയൊരു കോൺഫിഡൻസ് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ തരിക. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുന്നൊരു കാര്യത്തെക്കുറിച്ചല്ല. ഇറ്റ് ഈസ് സോ കോൺഫിഡൻറ്റ് ഇൻ യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണ നിശ്ചയത്തോടുകൂടി പറയാണ്, യെസ് ഐ ബിലോങ് ടു മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവിൻ്റെ ആണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആണെന്നുള്ള പൂർണ്ണ ഉറപ്പോടുകൂടി പറയുകയാണ്. അവിടെയാണ് ആ പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഇതായിട്ടുള്ള. അത് തന്നെയല്ല, താഴോട്ടിങ്ങനെ വായിക്കുമ്പോൾ 18-ാമത്തെ വാക്യം, ഐ കൺസിഡർ ദാറ്റ് ദ സഫറിങ് ഓഫ് ദ പ്രസൻറ്റ് ടൈം. നമ്മൾ ഈ വാക്യം മകൻ എന്ന് സാക്ഷ്യം പറയുകയുണ്ടായിരുന്നു. 18-ാമത്തെ വാക്യം വായിച്ചാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ഗോഡ്. അപ്പം കഷ്ടങ്ങളുടെ നടുവിലും, ഈ പറയുന്ന നിലയിലുള്ള കഷ്ടങ്ങളുടെ ഒക്കെ നടുവിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്റ്റിൽ വാലിഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഉത്തരമില്ല, ഇതിൻ്റെയൊക്കെ ഒന്നും അർത്ഥം അറിയത്തില്ല, ഇതൊക്കെ ഇങ്ങനെ ആയിത്തീരും. നോ, ഹി നോസ് വാട്ട് ടു ഡു. ആ കഷ്ടങ്ങളുടെ നടുവിലും he says, I consider the suffering of the present time as not worthy to be compared with the glory which shall be revealed. ഒരു ദിവസം ആ വെളിപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ മഹത്വം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താൽക്കാലികമാണ് എന്നുള്ളത്. ഞാൻ എല്ലാ വാക്യത്തോട്ട് കടന്നുപോയാൽ ഒരു പക്ഷേ ഒരുപാട് നേരം എടുക്കില്ല. ലെറ്റ് മീ ഗോ ക്വിക്ക്ലി ഡൗൺ. താഴോട്ട് പറയുകയാണ്, ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യങ്ങളുണ്ടാവും. നിങ്ങൾക്കത് ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഈ സാഹചര്യത്തിൽ പലരെക്കുറിച്ചും നമുക്ക് എന്താണ്, നമുക്ക് പ്രത്യക്ഷത്തിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന പല റിക്വസ്റ്റ് ഉണ്ട്. ഈ സഹോദരൻ്റെ ഫ്ലൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഈ സഹോദരൻ്റെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമേ. പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രാർത്ഥനാ വിഷയങ്ങളാണ്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ആ ആളുടെ ആവശ്യം ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ വിചാരിക്കുമ്പോൾ ഓക്കെ, എൻ്റെ ഈ പ്രിയ സഹോദരന് വേണ്ടതൊരു ജോലിയാണ് എന്നുള്ളതായിരിക്കും നമുക്ക് കാണുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലെ ആത്മീയ ഈ നീഡ് എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയുള്ളൂ. So when you pray
ഓക്കെ, ഐ എം നോട്ട് അഗെയിൻസ്റ്റ് പീപ്പിൾ പ്രേയിങ്. ഈ നിലയിലുള്ള പ്രാർത്ഥിക്കുന്നത് ഞാൻ അഗെയിൻസ്റ്റ് അല്ല. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് വാണ്ട്സ് യു ടു പ്രേ ഫോർ ദാറ്റ് പേഴ്സൺ. പല പ്രാർത്ഥനകളും നമുക്ക് പരസ്യമായി പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം നമുക്ക് അന്യഭാഷകളെ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കണം. അന്യഭാഷകൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കുന്നു. നമ്മളിതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. തലയിൽ നിന്ന് മനസ്സിലാക്കുന്ന വിഷയങ്ങളായിരിക്കില്ല ഒരു പക്ഷെങ്കിൽ ആ വ്യക്തിയുടെ ശരിക്കുമുള്ള നീഡ്. ഞാൻ പറഞ്ഞല്ലോ, വി വിൽ ലീവ്, ഇഫ് യു ആർ ലിവിങ് ബൈ ദ ഹോളി സ്പിരിറ്റ്, വി വിൽ ലീവ് ഇൻ എ ഡിഫറെൻറ്റ് റെൽം. വേറൊരു തലത്തിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അപ്പം സാധാരണഗതി നമ്മൾ പറഞ്ഞല്ലോ, ഒരാളുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമേ അറിയത്തുള്ളൂ. അത് നമുക്ക് പോലും ഒരു പക്ഷെങ്കിൽ അറിയത്തില്ലായിരിക്കാം. എന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വേഴ്സ് 16, ലൈക്ക്വൈസ് ദ സ്പിരിറ്റ് ഓൾസോ, വായിച്ചാൽ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെ 26 verse 26. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. Praise God. So that means how important it is to pray with the Holy Spirit. മനസ്സിലാവുന്നുണ്ടോ? എത്ര ആവശ്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വലിയ ആവശ്യം. അതൊരു പക്ഷേ നമ്മളീ പറയുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന വിഷയത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം, ചിലപ്പം ഓക്കെ ആയിരിക്കാം. വി ഡോണ്ട് നോ വാട്ട് ഈസ് എക്സാക്ട്ലി ദ നീഡ് ഓഫ് ഇറ്റ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടൈം തീരുന്നതിന് മുമ്പേ എക്സാം പാസ്സാവണം. എന്ത് എക്സാം? എന്ത് എക്സാമാ പാസ്സാവണ്ടേ? എന്ത് എക്സാമാ? തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് 29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഈ ചേഞ്ചസ് വരുത്തുക, പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാനായിട്ടുള്ള പ്രവൃത്തി അവിടെ നടക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ഇപ്പം എൻ്റെ ഹൃദയത്തിലൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ നടക്കണം, അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത തലമുറകളൊക്കെ കാണണം. അങ്ങനെ ദിസ് കുഡ് ബി എ ഹ്യൂമൻ ബീയിങ്സ് നോർമൽ പ്രോജക്റ്റ് അല്ലേ? നമ്മൾ നോർമലായിട്ട് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ നടക്കണം, ശരി, നല്ല കാര്യം തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ പ്രോജക്റ്റ് ഇത് തന്നെയാണോ? ദൈവത്തിൻ്റെ പ്രോജക്റ്റ് എന്താണ്? ഓരോ വ്യക്തിയും ഒരു കാര്യം ഓർക്കണം. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സഹോദരനും ഈ എല്ലാവരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡും വൈഫും പിള്ളേരും ഒന്നുമില്ല. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും, അല്ലേ? അപ്പം അവിടെ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് തരുമ്പോൾ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ, എന്നെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ. അപ്പം ഇതിനൊരു ടൈമുണ്ട്. വി ആർ നോട്ട് ഹിയർ ലിവിങ് ഫോർ എറ്റേണിറ്റി ഹിയർ. നമുക്കാർക്കും എറ്റേണിറ്റി വരെ ഇവിടെ സമയം തന്നിട്ടില്ല. 80 അല്ലെങ്കിൽ അങ്ങനെ പറ്റം പോയ 120 വരെയൊക്കെ അല്ലേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ആരും പോകുന്നില്ലല്ലോ, അല്ലേ? 120 വരെയൊക്കെ ജീവിച്ച ആഗ്രഹമുള്ളവരുണ്ടോ? ഓക്കെ. അപ്പോൾ ഞാൻ അത്രയും വരെ പറഞ്ഞത് ആർക്കെങ്കിലും തോന്നില്ല, അയ്യോ പ്രിയ സഹോദരൻ പറഞ്ഞപ്പം എളുപ്പം ഇവിടുന്ന് പോകേണ്ടി വരുമോ അങ്ങനെയൊന്നുമല്ല. സോ യു ഹാവ് ദ മാക്സിമം ടൈം. പക്ഷെ അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. സോ ഗോഡ് ഹാവ് എ ലിമിറ്റഡ് ടൈം ഫോർ ദറ്റ് പേഴ്സൺ. ഒരു അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. ഈ അപ്പോയിൻറ്റഡ് ടൈമിനുള്ളിൽ കർത്താവ് ഈ വ്യക്തിയെ ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ പാടാറുണ്ട്, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മൾ പാടുന്നത് പോലെ കർത്താവ് ഇത് കുശവനായിട്ട് ഇത് നല്ലൊരു പാത്രമായിട്ട് പണിതെടുക്കണം. അപ്പോഴാണ് നമ്മുടേതായിട്ടുള്ള സ്വന്തമായ താല്പര്യം, അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ വേണം, പിന്നെയും കർത്താവ് ഇടിച്ചു പൊളിച്ച് പിന്നെയും പണിയാ. മനസ്സിലായോ? എങ്ങനെയായി തീരണം? പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ പണിതുകൊണ്ട് എല്ലാ കാര്യങ്ങളും. അതാണ് റോമൻസ് 8:28, 8:29 ഒക്കെ നമ്മൾ വായിക്കാൻ മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് when the Lord is making intercessions for us, കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. ഹല്ലേലൂയ. ഇപ്പം ഞാൻ പരീക്ഷയ്ക്കെല്ലാം ജയിച്ച് ഞാൻ മഹാ അഹങ്കാരിയാകുന്നതാണോ? തോറ്റാലും വേണ്ടിയല്ല സ്വർഗത്തിൽ കാണുന്നത്. നിങ്ങൾ പറ.
ഏതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ താല്പര്യം? നമ്മൾ പറയും, ബ്രദറെ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ എല്ലാ സബ്ജക്റ്റിനും ജയിച്ച് മഹാഅഹങ്കാരത്തോടുകൂടെ നടക്കുന്നതിനെക്കാട്ടിൽ കർത്താവ് പറയുന്ന മോനെ നീ എൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുന്നതാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, വാക്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടുകൂടെ ചേർന്ന്. നമ്മളാരും തോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ പരീക്ഷയും നമ്മൾ എഴുതി ഫസ്റ്റ് വരണമെന്ന് ഞാൻ പറയുള്ളൂ. ദാറ്റ്സ് വാട്ട് ഗോഡ് ഹസ് കോൾഡ് us. നമുക്ക് തന്നിരിക്കുന്ന ജോലി പഠിക്കാനാണെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി ആൻഡ് സ്റ്റഡി പ്രോപ്പർലി ആൻഡ് ഗോഡ് വിൽ ഹെൽപ്പ് യു ടു സ്റ്റഡി. ദാറ്റ്സ് ഓൾ ഐ വിൽ സേ. പക്ഷേ അഹങ്കരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളാരും പിള്ളേരെല്ലാം ചിന്തിക്കരുത്, സഹോദരൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ പഠിക്കണ്ട, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പഠിക്കണ്ടെന്നൊന്നും ആരും ചിന്തിക്കില്ല. വി നീഡ് ടു ഡു അവർ ബെസ്റ്റ് ഇൻ അവർ ജോബ്, ബെസ്റ്റ് ഇൻ അവർ സ്റ്റഡീസ്, ഓൾ ദാറ്റ്. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്ത ഈ ലോകത്തിലെ ഒരു പാരാമീറ്റേഴ്സുമല്ല. കൊലോസ്യർക്കെതിരെ 3:1 ഉയരത്തിലേക്കുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തിൽ എന്താണ് അതിൻ്റെ റെഫറൻസ്? ഉയരത്തിൽ എന്താണ് അതിൻ്റെ ബെയറിങ്? നിത്യതയിൽ എന്താണ് അതിൻ്റെ ബെയറിങ്? അതിൻ്റെ വാല്യൂ അതിനെ ബേസ് ചെയ്തിരിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും കർത്താവ് മോൾഡ് ചെയ്തെടുക്കുക. അല്ലാതെ നമ്മളോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളെ ചിന്തിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ദൈവം ഉത്തരം തരുന്നില്ല. എന്താ ഉത്തരം തരാത്തത്? ഗോഡ് ഈസ് ഇൻ എ ബിഗർ പിക്ചർ. ഗോഡ് ഈസ് വർക്കിംഗ് ഓൺ എ ബിഗർ തിങ് ഓൺ യു. പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തി നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ വർക്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. കർത്താവെ നീ എൻ്റെ കൈ ഒന്ന് പിടിക്കണേ, ദൈവമേ നീ എന്നെ ഒന്ന് നടത്തണമേ. ഹല്ലേലൂയ. എവറി പ്രോമിസ് ഇസ് ഫോർ ദ പീപ്പിൾ ഹു വാക്ക് അക്കോർഡിംഗ് ടു ദ ഹോളി സ്പിരിറ്റ്, അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഒരു വാക്യം കൊണ്ട് വായിക്കാം. വേഴ്സ് 30 വാക്യം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ആരും നമുക്ക് പ്രതികൂലമായിട്ടില്ല. God is going to be on your side and you walk with the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചേർന്ന് നടക്കുമ്പോൾ whoever stands against you, they are all the losers. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനെ കാട്ടിൽ വലിയവൻ, അല്ലേ? 1 John chapter 4 verse 6, അല്ലേ? 1 യോഹന്നാൻ 4 വാക്യം. 6 വാക്യം. You are of God, little children, and we have overcome them, because he who is in you is greater than he that is in the world. ലോകത്തിലുള്ളവനെ കാട്ടിൽ വലിയവനായ ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം ഓരോ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ബലപ്പെടുത്തുക. ഇപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുന്നു, നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നു, നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നു, നമ്മളെ ഉയർപ്പിലേക്ക് നടത്തുന്നു, നമ്മളെ ജയിക്കാൻ ദൈവം സഹായിക്കുന്നു. ദൈവം നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ എത്ര കാര്യങ്ങളാണ്. ഇന്നും തീർന്നിട്ടില്ല. ഇതൊക്കെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതാണ് പ്രിയ സഹോദരൻ പറഞ്ഞത്, ഇതൊരു 2 മണിക്കൂറുണ്ടോ 3 മണിക്കൂറുണ്ടോ തീരുന്നൊരു കാര്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒത്തിരിയും പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവനോടുകൂടെ ചേർന്ന് നടക്കുവാനായിട്ട്. ഒരു ക്ലാസിക് എക്സാമ്പിളുണ്ട്. ലെറ്റ് us read ജഡ്ജസ് 14 അധ്യായത്തിൻ്റെ 8 വാക്യം. നമ്മൾ സാംസനെ കുറിച്ച് കേൾക്കാറുണ്ട്. സാംസൺ ഒരു നാസിവ്രതത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രീതിയിലുള്ള അശുദ്ധിയിലും പെടാതെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ്. അവൻ ചെറുപ്പത്തിൽ തൊട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ മുടി ക്ഷൗരം ചെയ്തിരുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ആ മുടിയൊന്നും ക്ഷൗരം ചെയ്യുവാൻ അനുവദിച്ചിരുന്നില്ല. അവൻ്റെ യാതൊരു വിധമായ വീഞ്ഞോ മുന്തിരിയുടെ ഏതെങ്കിലും വസ്തുക്കളോ കഴിക്കാനോ ഏതെങ്കിലും ശവശരീരങ്ങളിൽ തൊടുവാനോ അതിനി ബന്ധുക്കളായിക്കൊള്ളട്ടെ സ്വന്തക്കാരായിക്കൊള്ളട്ടെ അവിടെ പോകുവാനോ അവന് അനുവാദമില്ലായിരുന്നു. ആ നിലയിൽ ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സാംസൺ. അവനിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണും. Now when you read chapter 14, what happened in his life, you can see chapter 14 verse 8, 8 വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 14, ന്യായാധിപന്മാരുടെ പുസ്തകം 14:8. ഈ വ്യക്തി ആരാണ്? നാസിവ്രതക്കാരനാണ്. ആ നാസിവ്രതത്തിൽ ഒരു ഡെഡ് ബോഡിയെ തൊടുവാൻ അവകാശമില്ല, അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ അവൻ അശുദ്ധനാവും.
പിന്നെ അവൻ്റെ മുടിയെല്ലാം വടിച്ച് കളയണം, പിന്നെയും അവൻ ശുദ്ധീകരണത്തിന് വേണ്ടി പോകണം. അങ്ങനെ വേണം അവന് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ തൊട്ട് മുമ്പോട്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ കഥകളൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. 14-ാം അധ്യായത്തിൽ അങ്ങോട്ട് പോയപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ 6-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് വേഴ്സ് 6. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. എന്തിനെ കീറിക്കളഞ്ഞെന്നാ പറഞ്ഞ? സിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. യഹോവയുടെ ആത്മാവ് അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴേക്കും ഒരു സിംഹത്തെ ആട്ടിൻകുട്ടിയെ പോലെ, ഹീ ടോർ ദ ലയൺ അപ്പാർട്ട് ആസ് വൺ വുഡ് ഹാവ് ടോൺ അപ്പാർട്ട് ദ യങ് ഗോട്ട്, though he had nothing in his hand, but he did not tell his father or mother when he had done this. അത് കഴിഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആളിൽ വന്നു, വലിയ ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ വളരെ സിമ്പിളായിട്ട്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം അത് വന്നപ്പോൾ ആ സിംഹത്തെ തിരിഞ്ഞു നോക്കാനായിട്ട് അദ്ദേഹം പോയി. ശരിക്കും പറഞ്ഞാൽ പാപത്തിൽ നോക്കാനായിട്ടും പാപത്തിലേക്ക് പോകാനായിട്ടും നമുക്കൊരിക്കലും അനുവാദമില്ല. എന്താണ്? അത് നമ്മളെ അശുദ്ധിയിലേക്ക് നടത്തും. അത് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും അകന്നു നിൽക്കുവാനായിട്ട് ഇടയായത്. അതാണ് ഞാൻ പറഞ്ഞൊരു ക്ലാസിക് എക്സാമ്പിൾ. അതിനിയും ഒരു പക്ഷെങ്കിൽ തേൻകട്ടയായിക്കൊള്ളട്ടെ. എൻ്റെ കൂടെ ഉണ്ടല്ലോ. മൃതദേഹത്തിൻ്റെ മണ്ടയ്ക്ക് തേൻകട്ട വെച്ചാലും അതിനെ പോയി തൊടാൻ പോകരുത്. നമ്മൾ പലപ്പോഴും അതിനെ പറഞ്ഞ് അത് തേനല്ലേ ബ്രദറെ, അത് നമ്മളെ ബലപ്പെടുത്തുന്നതല്ലേ ബ്രദറെ, ക്ഷീണം കൊണ്ടല്ലേ ബ്രദറെ. ഫൈൻ, അത് പാപത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, അതിനെ ആ പാപത്തിനകത്ത് ഉരുത്തിരിയുന്ന തേൻകട്ടയാണെങ്കിലും ഡോണ്ട് ഗോ ആൻഡ് ടച്ച് ഇറ്റ്, ഇറ്റ് വിൽ ഡിഫൈൽ അസ്. അത് നമ്മളെ അശുദ്ധിയിലേക്ക് നടത്തും. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ജസ്റ്റിഫിക്കേഷൻ ഇതാണ്, ബ്രദറെ അത് തേൻകട്ടയാണ്, അത് നമ്മളെ ബലപ്പെടുത്തുന്നതാണ്, ക്ഷീണിച്ചിരിക്കുകയാണ് ബ്രദറെ, അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ ബ്രദറെ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ ജസ്റ്റിഫിക്കേഷൻ കൊണ്ട് നോക്കി ആ വാക്യം ഒന്നുകൂടെ വായിച്ച് നോക്കി. ആൻഡ് ആഫ്റ്റർ സം ടൈം 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിക്കുവാൻ തിരികെ പോകുമ്പോൾ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അത് അവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. അപ്പൻ്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്തു, അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന് അവൻ അവരോട് പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ജഡത്തിനൊരിക്കലും ആത്മാവിനെ റൂൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. ഒരുപക്ഷെ നമുക്ക് ജഡത്തിന് ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരിക്കാം, ഒരുപക്ഷെ നടന്ന് ക്ഷീണിച്ചായിരിക്കാം വന്നത്, ഒക്കെ നമുക്ക് ജഡത്തിൻ്റെ ആവശ്യങ്ങളായിരിക്കാം. പക്ഷേ ആ ആവശ്യങ്ങൾ പോലും ആത്മാവിനെ തിന്നുകളയത്തക്ക രീതിയിൽ നമ്മളെ അനുവദിക്കുന്നുവെങ്കിൽ മുമ്പോട്ട് പോകുന്നത് നമുക്ക് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒത്തിരി ബ്ലെസ്സിങ് നമുക്ക് നഷ്ടമാവും. നമുക്കറിയാം, ഒടുവിലേക്ക് വന്നപ്പോഴത്തേക്കും അവൻ്റെ ഒരു കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല വാക്കുകളും വളരെ ചുരുക്കിയേ എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം ഇതെല്ലാം എഴുതാൻ പോയി കഴിഞ്ഞാൽ ഒരു പുസ്തകത്തിനകത്തും തികയില്ല. വളരെ ചുരുക്കം ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ one last time ലോർഡ് സ്ട്രെങ്തൻ മീ എന്ന് പറയേണ്ട ഗതികേടിലോട്ട് സാംസനായി തീർന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറച്ചൊരു വ്യക്തി, ചെറുപ്പത്തിൽ തൊട്ട് പരിശുദ്ധാത്മാവിൽ നടത്തിയൊരു വ്യക്തി. വാട്ട് ഹാപ്പൻഡ്? ദ എൻഡ് ഇസ് നോട്ട് ഗുഡ്. നമുക്കാർക്കും അങ്ങനെ ഒരു ആഗ്രഹവും ആവശ്യമോ ഉണ്ടാകരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ ചേർന്ന് നടക്കുവാൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന ഓരോ വാക്കുകൾ. കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. കർത്താവ് നമ്മളെ നടത്തുന്നത് വേറൊരു വ്യത്യാസമുള്ളൊരു വ്യക്തിയായിട്ടാണ്. എങ്ങനെ അപ്പോസ്തലന്മാരെ നടത്തിയോ? ഇൻ എ ഡിഫറെൻറ്റ് പേഴ്സൺ, untrained and uneducated according to the worldly standard, but they are trained and educated by the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടൊരു വ്യക്തികൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ടു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ധൈര്യപ്പെട്ടു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജയാളിയായിട്ട് നടക്കുകയും സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കൂട്ടായ്മ അനുഭവിച്ചു. പ്രാർത്ഥിക്കേണ്ടത് പോലും എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യങ്ങളിൽ പോലും ദൈവം കൂടെ നിന്ന് കൈക്ക് പിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒരു ലൈഫ്.
അത് ദൈവത്തിൻ്റെ വലിയൊരു പ്രോജക്റ്റിലോട്ട്, കർത്താവിൻ്റെ സ്വരൂപത്തിലോട്ട് രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം വലിയ കാര്യം നമ്മളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, സാംസനെ പോലെ മൂഢനായി പോയി ജഡത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി തേൻകട്ടയാണെന്നൊന്നും പറഞ്ഞ് അത് നഷ്ടപ്പെടുത്തി കളയൽ, മുഴുഹൃദയത്തോടുകൂടി കർത്താവിനോടുകൂടി ചേർന്ന് നടക്കുവാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ മലാക്കിയിൽ നമ്മൾ ആ വാക്യം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഇഫ് യു റിട്ടേൺ ടു മീ ഐ വിൽ റിട്ടേൺ ടു യു. ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിലെ കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിക്കാനിടയാക്കിയ വാക്യം, ഞാൻ വ്യത്യാസപ്പെടുന്നില്ല, ഐ എം നോട്ട് എ ഗോഡ് ഹു ചേഞ്ചസ്, ഞാൻ വ്യത്യാസപ്പെടുത്തൊരു ദൈവമല്ല. 7-ാം വാക്യം, റിട്ടേൺ ടു മീ ഐ വിൽ റിട്ടേൺ ടു യു. 6-7 യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും എന്ന്. നമുക്ക് ദൈവസന്നിധിയിൽ മനസ്സ് വെക്കാം, കർത്താവെ, ഐ വോണ്ട് ടു റിട്ടേൺ ടു യു, ഐ വോണ്ട് ടു വാക്ക് വിത്ത് യു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.